പൂനിലാവ് പെയ്യുമീറൻരാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാരേ. പൂനിലാവ് പെയ്യുമീറൻരാവിൽ കതിരാമ്പൽ കുളിർ പൊയ്ക നീന്തി വന്നതാരേ. പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോ നിൽക്കണതേ ഷാർജ റോളയില. ഇവിടെ വരാതെ വേറൊരു കാര്യമുണ്ട്. നമ്മള് വലിയൊരു ഗായകനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രവാസത്തിലെ കാസർഗോഡുള്ള സത്യൻ, ഞങ്ങൾ സത്യംഭായി എന്നാണ് വിളിക്കുക. സത്യംഭായി ഒന്ന് പരിചയപ്പെടാം, വാ. നമസ്കാരം സത്യംഭായി. നമസ്കാരം കവിജി. സത്യംഭായി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ ഓ വേണ്ടി. അതിനെന്താ, തീർച്ചയായിട്ടും. ഇന്നലെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. കറാമ എങ്ങനെയുണ്ടായിരുന്നു? ഓ സൂപ്പർ, അടിപൊളി. അല്ലെങ്കിലും സത്യംഭായിന്റെ പാട്ടുകൾ ഇവിടെ പ്രശസ്തമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി കൊണ്ട് പറയാൻ പറ്റുമോ? ഓ തീർച്ചയായിട്ടും. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, സമയമാം യമുനയോ പിറകിലേ കൊഴുകിയോ, മധുരമതിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. സൂപ്പർ സൂപ്പർ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ഒരു ഗാനം എടുത്തു. പിന്നെ പ്രവാസത്തിൽ ഇപ്പൊ എത്ര വർഷമായി? പ്രവാസത്തില് വളരെ ചെറുപ്പത്തില് വന്നതാണ്. ഓക്കെ, ഒരുപാട് വർഷമായി. എത്ര വർഷം പറയണോ? വർഷം പറഞ്ഞ ഓ നമ്മുടെ പ്രവാസികളുടെ എത്ര വർഷമായി എന്നുള്ളത് അറിഞ്ഞത് കുഴപ്പമില്ല. 32 വർഷം കഴിഞ്ഞു, 33 വർഷം ആകാൻ പോകുന്നു. അപ്പൊ ഈ പ്രവാസ ജീവിതത്തിൽ ഇപ്പോഴും കല കൊണ്ടു ഓ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. വളരെ നല്ല കാര്യം. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തില് വൈഫ് ഹൗസ് വൈഫാണ്. മകൻ ഇപ്പൊ BCA ഒക്കെ പഠിക്കുന്നു. ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. മകൻ ഒരു ഡാൻസറും കൂടിയാണ്. പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് TV ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മനോരമ, ഫ്ലവേഴ്സ്, അങ്ങനെ അമൃത TV, എല്ലാറ്റിലും. അമൃത TV വളരെ ചെറുപ്പത്തിലേ പോയതാണ്. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡയറക്ടറും കൂടിയാണ്. അതിന്റെ കൂടി കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഷോർട്ട് ഫിലിം എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? 2 അവാർഡ് കിട്ടി. 2 അവാർഡ് കിട്ടി. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് എന്നും മ്യൂസിക്കൽ ആൽബം, അത് 2022 കിട്ടിയത്. ഓക്കെ. അതിനുശേഷം ഇപ്പോ അത് ബെസ്റ്റ് ഡയറക്ടർ ജൂറി അവാർഡ് കിട്ടിയാണ്, എന്നും മ്യൂസിക്കൽ ആൽബം. പിന്നെ ഇപ്പോ ഈ വർഷം സത്യജിത്ത് അവാർഡ് കിട്ടി. അത് വലിയൊരു എനിക്കൊരു ഭാഗ്യം കിട്ടി. അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ പറ്റി. തിരുവനന്തപുരം ഫംഗ്ഷന് പോയി വാങ്ങിച്ചു. ബെസ്റ്റ് അവയർനെസ് ഫിലിമായിട്ടാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ അബുഷാർ. ഏത് കമ്പനിയിലാ? ഫ്രീസോൺ, ഷാർജ എയർപോർട്ട് ഫ്രീസോൺ. അപ്പോ ഇപ്പൊ ഏതാ ഒരു പുതിയൊരു ടെലിഫിലിം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്ലാനിങ്ങിലാണ്. അതോ 2026 ജനുവരി ഫെബ്രുവരി ഷൂട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ തിരക്കഥ എഴുതിക്കൊണ്ടുണ്ട്. കുറച്ച് സീനൊക്കെ എഴുതി ദിവസം അങ്ങനെ കുറച്ച് സീനുകൾ എഴുതി പോന്നു. വർക്കെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. അതിന്റെ ഇടയിൽ രാത്രി റൂമിലെത്തി സ്ക്രിപ്റ്റ് എഴുതുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒരുപാട് നല്ല നല്ല ഗാനങ്ങളിലൂടെ പാടാൻ കഴിയട്ടെ. ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. അവസാനമായിട്ട് നമുക്ക് 2 പേരും കൂടി നമ്മുടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതുവരെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി തുടർന്നില്ല അങ്ങോട്ട് യാത്രയിലും എല്ലാവരുടെ എല്ലാ സഹകരണവും. പവിഴമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം, മോഹകുങ്കുമം പൂശി നീ ആരെ തേടുന്നു ഗോപികേ,
കിനാവിലെ സുമംഗലി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പൊരു കഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. സത്യം ഭായി, ഈ തിരക്കിന്റെ ഇടയ്ക്കും നമുക്കൊരു 5 മിനിറ്റ് തന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. എനിക്കും വളരെയധികം സന്തോഷം. ഗോപഞ്ചിനെ പരിചയപ്പെടാൻ പറ്റിയതിലും നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റിയത് ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. ഓർമ്മകൾ ഓടക്കുഴലൂതി ഓർമ്മകൾ ഓർമ്മകൾ ഓ